ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ പ്രാരംഭത്തിൽ കേൾക്കുകയും പ്രാർത്ഥനയിലൊക്കെ ഓർത്തതുപോലെ നമ്മൾ ഈ വിഷയം പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസം ഇതര വിശ്വാസം പിന്തുടരുന്നവരോട് എങ്ങനെ പങ്കുവയ്ക്കാം, അതിലൂടെ അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാം എന്നുള്ളത് ആയിരിക്കണം. ഞാനിത് ആവർത്തിച്ച് പറഞ്ഞതിന് പല കാരണങ്ങളുമുണ്ട്. ഇന്ന് പല വിശ്വാസികൾക്കും മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞു. ഭവന സന്ദർശനത്തിനൊക്കെ പോകുന്ന ഒട്ടുമുക്കാലും ആളുകൾ പലരുടെയും വീട്ടിലൊക്കെ ചെന്ന് പ്രാർത്ഥിച്ച് ഈ സൗഹൃദ സംഭാഷണത്തിൽ മടങ്ങി വരുന്ന ഒരു പതിവാണ്. മറ്റ് ചിലര് ഒരുപക്ഷെ ക്രിസ്ത്യാനികളാണെങ്കിൽ സുവിശേഷം പറയാനൊക്കെ മുതിരും, മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ഉള്ള കഴിവും പ്രാഗൽഭ്യവും പലർക്കും ഇല്ല. അത് സാധാരണ വിശ്വാസികൾ മാത്രമുള്ള ഒരു കുറവല്ല. ബൈബിൾ കോളേജുകളിൽ പഠിത്തം പൂർത്തിയാക്കിയവർക്ക് പോലും അതിനുള്ള പ്രാഗൽഭ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ആ നിലയിൽ വളരെ ഗൗരവതരമായിട്ട് പഠിക്കുകയും ഒന്നും ചെയ്യാത്ത സാധാരണ വിശ്വാസികളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പഠനം ആ നിലയിൽ ദൈവനാമത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. ഞാനും ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരോട് ഇതര മത വിശ്വാസികളോട് എങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കുറിച്ച് പറയാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ബുക്ക്ലെറ്റ്സ് ഒക്കെ എഴുതണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വിഷയം ക്ലാസ് എടുക്കാനായിട്ട് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് നമുക്കിന്ന് ഇവിടെ കൂടുവാൻ കർത്താവ് കൃപ ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലായിട്ട് മതങ്ങൾ, അതിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു, അതിന് ബൈബിൾ നൽകുന്ന ചില ആധാരം, ഇതൊക്കെ നാം ചുരുക്കമായിട്ട് ചിന്തിക്കുകയുണ്ടായി. അതേ തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മെസൊപ്പൊത്തേമിയൻ റീജിയനിൽ നിന്ന് പടർന്ന് പന്തലിച്ച വിവരവും നാം ചുരുക്കമായിട്ട് ശ്രമിക്കുകയുണ്ടായി. അതിനുശേഷം ക്രിസ്തുമതത്തിൻ്റെ ശരിയായ അർത്ഥത്തിൽ അതിൻ്റെ സവിശേഷത എന്ത് എന്നും, എന്നാൽ ഇന്ന് കണ്ടുവരുന്ന മതങ്ങളുടെ വീക്ഷണത്തിൽ ക്രിസ്തു മതം എങ്ങനെയാണ് നിലകൊള്ളുന്നതെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെയുള്ളവരെയാണ് നമുക്ക് ക്രിസ്തു മതക്കാർ, ഞാൻ പ്രത്യേകിച്ച് ക്രിസ്തു മതവും ക്രിസ്തു മാർഗവും എന്ന 2 കാര്യം വേർതിരിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ക്രിസ്തു മതക്കാർ എങ്ങനെയുള്ളവരാണ്? പഠിപ്പീരിനെ അവരാണ് ക്രിസ്തു മതക്കാർ. മതവും എല്ലാ മതങ്ങളും ക്രിസ്തു മതവും ക്രിസ്തു മാർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ മതങ്ങളും ക്രിസ്തു മതവും ഒരു തട്ടിൽ നമുക്ക് വയ്ക്കാം. ക്രിസ്തു മാർഗവും ഇതര മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം
ഓർക്കുന്നുണ്ടോ? ഞാനൊരു പ്രത്യേക പോയിന്റ് പറഞ്ഞിരുന്നു. ക്രിസ്തുമാർഗം എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് വിശ്വാസം മാത്രം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗമരണത്തിലുള്ള വിശ്വാസം മാത്രം മോക്ഷപ്രാപ്തിക്ക് അല്ലെങ്കിൽ നിത്യജീവൻ രക്ഷയ്ക്ക് കാരണമാകുന്നു എന്ന് പഠിപ്പിക്കുന്നവരാണ് ക്രിസ്തുമാർഗക്കാർ. എന്നാൽ ക്രിസ്തു മതക്കാരും മറ്റു മതങ്ങളും എന്താണ് പഠിപ്പിക്കുന്നത്? രക്ഷയ്ക്ക് വിശ്വാസവും വേണം, പ്രവൃത്തിയും വേണം. അത് ഓരോ മതത്തിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒന്നിലധികം പ്രവൃത്തികളുമുണ്ട്. ആ അർത്ഥത്തിൽ ക്രിസ്തു മതക്കാർക്കും വിശ്വാസവും പ്രവൃത്തിയും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പ്രവൃത്തിയില് അത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഉള്ളതല്ല, മോക്ഷപ്രാപ്തി ലഭിച്ചവർ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ പ്രവൃത്തി വിശ്വാസത്തോട് ചേർന്ന് പ്രവൃത്തി വേണമെന്ന് അവകാശപ്പെടുന്ന ഏത് സമൂഹത്തെയും ക്രിസ്തുമതത്തിന്റെ കൂട്ടത്തിൽ പെടുത്താം. അത് സ്നാനമായാലും മറ്റ് ഏത് തരത്തിലുമുള്ള ഉപദേശ രീതിയാണെങ്കിലും നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ. ഒരു സെക്കൻഡ്. വിശ്വാസം, നമ്മൾ മതങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ചിന്തിച്ചൊരു കാര്യം, പ്രധാനമായിട്ടും എല്ലാ മതങ്ങളും ചില കർമ്മങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് അവരുടെ മോക്ഷപ്രാപ്തി പഠിപ്പിക്കുന്നത്. വിശദമായിട്ട് ഓരോ മതങ്ങളുടെയും എടുക്കുക. എന്നാൽ പൊതു സ്വഭാവം അനുസരിച്ച് ദൈവത്തെ തേടിയുള്ള യാത്രയിലാണ് എല്ലാ മതങ്ങളും. എന്നാൽ ക്രിസ്തു മാർഗം ദൈവം മനുഷ്യനെ തേടി വന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ തേടി വന്നതും മനുഷ്യൻ ദൈവത്തെ തേടി പോകുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. വിശ്വാസം എന്നത് അല്ലെങ്കിൽ കൃപയാൽ മാത്രം ആത്മരക്ഷ. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 വാക്യങ്ങളും ഞാൻ പരിചയപ്പെടുത്തിയുണ്ടായി. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ കൃപയാലല്ലോ വിശ്വാസം പോലെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് ദൈവത്തിന്റെ ദാനമാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. റോമർ 11:6 നാം ചിന്തിക്കുകയുണ്ടായി. കൃപയാലെങ്കിൽ അത് പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുത, എഫേസ്യ ലേഖനം 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നെങ്കിൽ, അപ്പോൾ മരിച്ച ശവസമാനരായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. യേശു കർത്താവ് പറഞ്ഞ പഠിപ്പിക്കലിൽ വളരെ വ്യക്തമാക്കുന്ന ഒരു യാഥാർത്ഥ്യം, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇപ്പൊ ഞാൻ എപ്പോഴാണ് സ്വർഗത്തിന്റെ അവകാശിയായി മാറുന്നത്? ഒരു വ്യക്തി എപ്പോഴാണ് ബൈബിൾ അനുസരിച്ച് സ്വർഗത്തിന്റെ അവകാശിയായി മാറുന്നത്? വിശ്വസിക്കുന്ന യേശു കർത്താവ് വിശ്വാസമർപ്പിക്കുന്ന അതേ നിമിഷം വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
അപ്പോൾ ഈ മക്കളായിത്തീരുക, നിത്യജീവൻ ലഭിക്കുക, ഇതൊന്നും ഒരു തുടർമാനമായിട്ടുള്ളൊരു പ്രക്രിയയല്ല. അതൊരു വൺ ടൈം ഈവൻ്റാണ്, ഒരിക്കൽ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രവർത്തിയാണ്. അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത്, പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല, മനുഷ്യന്റെ സൽപ്രവൃത്തികൾ മുഴുവനും ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ ആകുന്നു എന്ന് പറയും. അപ്പോൾ മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അവകാശിയായി മാറുന്നത് ഇപ്പം ഏതൊക്കെ പറഞ്ഞേ, ഞാനും വിട്ടുപോയി. അത് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലാണ്. കൃത്യം ഇതിന്റെ റെഫറൻസ് ഓർക്കുന്നില്ല. അപ്പോൾ പ്രവൃത്തി രക്ഷയ്ക്ക് കാരണമല്ല. അതിന് ബൈബിൾ വ്യക്തമാക്കുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഇമേജറിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മൾ ദൈവ മക്കളായി തീരുകയാണ്. ഒരു കുടുംബത്തിൽ ഒരു മകനോ മകളോ ജനിക്കുന്നതിന് എന്തെങ്കിലും പങ്കുണ്ടോ ആ മകനോ മകളോ? യാതൊരു പങ്കുമില്ല. മാതാവിന്റെയും പിതാവിന്റെയും ഇഷ്ടപ്രകാരമാണ് അവർ ജനിക്കുന്നത്. ഇതേപോലെ തന്നെ വിശ്വസിക്കുന്നവൻ ദൈവമക്കളായി മാറുകയാണ്. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കും. നിരവധി വാക്യങ്ങൾ അതിനോടനുബന്ധിച്ച് നിരത്തുവാൻ സാധിക്കും. എന്നാൽ ഈ മോക്ഷപ്രാപ്തി എനിക്ക് ലഭിക്കുന്നതിന് ഞാൻ വിശ്വസിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയും കൂടെ വേണമെന്ന് പഠിപ്പിക്കുന്ന ചിന്താഗതി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, 1-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയതാണ്. 1-ാം നൂറ്റാണ്ടിൽ എന്ത് പ്രവൃത്തി വേണമെന്ന് അവർ പഠിപ്പിച്ചത്? പരിച്ഛേദന, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി വേണം എന്നാണ് പഠിപ്പിച്ചത്. അത് പിന്നെ മുൻപോട്ട് വന്നപ്പോൾ പല പരിണാമങ്ങളും സംഭവിച്ച് പല നിലകളിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി. പല സാഹചര്യങ്ങളിലും കൂദാശകൾ, മറ്റ് സ്നാനം, മറ്റ് ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സ് ഒക്കെ മോക്ഷപ്രാപ്തിക്ക് പര്യാപ്തമാകണം. അതല്ല, രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിലേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്നത് മതത്തിന്റെ പഠിപ്പിക്കലാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം സൽപ്രവൃത്തി ചെയ്യണ്ട, ഒരാചാരവും അനുഷ്ഠാനവും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ ഈ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, സ്നാനമാണെങ്കിലും കർത്തൃമേശയാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, മോക്ഷപ്രാപ്തി ലഭിച്ചത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? എന്ത് ശിക്ഷ? എബ്രായ ലേഖനം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ബാലശിക്ഷ നിങ്ങൾക്ക് തരും. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ചില രോഗികളാവും, ചിലർ നിദ്ര കൊള്ളും. തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കും. രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി പാപം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പാപം ചെയ്യാൻ പറ്റുമോ? സാധ്യതയുണ്ടെന്ന് ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങളെന്ന് എഴുതിയിരിക്കുന്നത്. അതാ പറഞ്ഞത്, 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ അപ്പൊ പാപം ചെയ്യാൻ സാധ്യത. ബൈബിളിൽ പഠിപ്പിക്കുന്ന നമ്മളൊരു ഉപദേശം സ്ഥാപിക്കുമ്പോൾ എല്ലാ വേദഭാഗങ്ങളും എടുത്ത് വെച്ച് ഒരുമിച്ച് ചിന്തിച്ച് വേണം പഠിക്കാൻ. പിന്നെ ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് സൽപ്രവൃത്തി ചെയ്ത് ജീവിക്കും. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് സൽപ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയല്ല. ഇനി ദൈവത്തെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും ദൈവത്തെ പ്രസാദിപ്പിച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവികത പ്രകാരം ജീവിക്കാതിരിക്കുകയും ചെയ്താൽ അതിന്റെ ഉത്തരം എന്നാ? ആ ആള് രക്ഷിക്കപ്പെട്ട ആളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതാണോ, അതോ ആ ആള് രക്ഷിക്കപ്പെട്ടതല്ലെന്ന് പറയുന്നത്? ഏതാ ശരി? ഏതാ? രക്ഷിക്കപ്പെട്ടതല്ല. അങ്ങനെ ഒത്തിരി ആളുകൾ ബൈബിളിലുണ്ട്. ഈ കപട വിശ്വാസികൾ ആയിട്ടുള്ള പലരെയും ബൈബിളിൽ നമുക്ക്
പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ക്രിസ്തു മതത്തിന്റെ വാക്താക്കളാണ് വിശ്വാസത്താൽ മാത്രം ആത്മരക്ഷ എന്ന് പറയാതെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തികളും വേണമെന്ന് പഠിപ്പിക്കുക. ബൈബിൾ അതിനെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ശക്തമാണ്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച ഈ സന്ദേശത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളോട് അറിയിച്ചാൽ എന്താ? ശപിക്കപ്പെട്ടു. വീണ്ടും അപ്പോസ്തലനോട് പറയാണ്, ഞാൻ വീണ്ടും പറയുന്നു, അവർ ശപിക്കപ്പെട്ടു. അപ്പോൾ വളരെ ഗൗരവതരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ക്രിസ്തു വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശ സത്യം, പ്രത്യേകിച്ച് ഈ ലോകത്തിലുള്ള സകല ജനതയോടും സുവിശേഷം പറയുമ്പോൾ ഉൾക്കൊള്ളേണ്ട കാതലായിട്ടുള്ള ഉപദേശ സത്യമാണ് കൃപയാൽ മാത്രം ആത്മരക്ഷ. അതിന് വിപരീതമായിട്ടുള്ളതെല്ലാം മതത്തിന്റെ പഠിപ്പിക്കുന്നതാണ്. നവോത്ഥാന കാലഘട്ടത്തിന്റെ ചരിത്രങ്ങളൊക്കെ നാം ഒന്ന് വിശദീകരിച്ച് പോകുമ്പോൾ കൂടുതൽ വ്യക്തത അതിനെക്കുറിച്ചുണ്ടാകും. നമ്മുടെ സബ്ജക്റ്റ് ആ നിലയിലല്ലല്ലോ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതൊന്ന് റിവ്യൂ ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹിന്ദുയിസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു. അത് നമുക്ക് തുടരാം. ഹിന്ദുയിസത്തിന്റെ പ്രധാന പഠിപ്പിക്കലുകൾ നാം മൂന്നെണ്ണം ചിന്തിക്കുകയുണ്ടായി. അൾട്ടിമേറ്റ് റിയാലിറ്റി, അല്ലെങ്കിൽ സകലത്തിനും കാരണഭൂതനായിരിക്കുന്നത് എന്താണ് എന്ന് അവർ വിശദീകരിക്കുന്നത് അവർ ബ്രഹ്മനാണ്. അത് ഒരു വ്യക്തിയല്ലാത്ത ഒരു ശക്തി എന്നാണ് അവർ വിശദീകരിക്കുന്നത്. എന്നാൽ ബൈബിൾ അനുസരിച്ച് ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ ശക്തിയുള്ള വ്യക്തിയാണ്. അപ്പോൾ ശക്തിയാണോ വ്യക്തിയാണോ കൂടുതൽ ആദരവർദ്ധിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതാണ് ഹിന്ദു മത ചിന്താഗതി അനുസരിച്ചുള്ള അൾട്ടിമേറ്റ് റിയാലിറ്റി പഠിപ്പിക്കുക. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് ഇപ്പോൾ നാം പോകുന്നില്ല. രണ്ടാമത്, ആത്മാവിനെ കുറിച്ചുള്ള അവരുടെ വീക്ഷണം, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ അംശമുണ്ട്. ആത്മാവെന്നുള്ളത് ആത്യന്തികമായിട്ട് ബ്രഹ്മത്തോട് അല്ലെങ്കിൽ ബ്രഹ്മനോട് ഏകീഭാവം ഉള്ള ഒന്നായിട്ട് നിലനിൽക്കുന്നു. നമ്മുടെ അവരുടെ പഠിപ്പിക്കലനുസരിച്ച് ഓരോ വ്യക്തിക്കും ഒന്നിലധികം ജീവിത ചക്രങ്ങളുണ്ട്. പുനർജനന സിദ്ധാന്തം. ഈ പുനർജനന സിദ്ധാന്തം പ്രകാരം ആ ചക്രങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോൾ നാം ആ ബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. അങ്ങനെ എൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും ഇല്ലാതായി വ്യക്തിത്വമില്ലാത്ത അവർ പരബ്രഹ്മം എന്ന് പറയുന്ന ആ ചിന്താഗതിയിൽ അടങ്ങിയിരിക്കുന്ന അതിനോട് ലയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിയാണോ കേവലം ശക്തി മാത്രമാണോ വലുത്, ഏതിനാണ് കൂടുതൽ ആദരവ് ലഭിക്കേണ്ടത് എന്നുള്ള വസ്തുത നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ പ്രധാന പ്രശ്നം എന്നിലുള്ള ദൈവിക സത്തയെക്കുറിച്ചുള്ള അജ്ഞതകൾ, എന്നിലുള്ള ദൈവത്തെ കണ്ടെത്തുന്ന ഒരു പ്രയാണത്തിലാണ്. അത് പല രീതികളിൽ കണ്ടെത്താൻ കഴിയും എന്ന് അവർ
പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിൾ അനുസരിച്ച് എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവർ ആണ്. അതുകൊണ്ട് എനിക്ക് എന്നിലുള്ള ദൈവസത്തയെ കണ്ടെത്തുവാനായിട്ട് കഴിയില്ല. കാരണം എന്നിലെ ദൈവതേജസ് നഷ്ടപ്പെട്ടു. ഞാൻ മരിച്ച അവസ്ഥയിലാണ്. എനിക്ക് രക്ഷ വേണമെങ്കിൽ ദൈവകൃപയാൽ മാത്രമേ സാധിക്കൂ. അടുത്തത് മനുഷ്യന്റെ പ്രശ്നം, ഹ്യൂമൻ പ്രോബ്ലം. ഹിന്ദുയിസം അജ്ഞതയാണ്. അതുപോലെ തന്നെ പലതിനെ കുറിച്ചുമുള്ള ആഗ്രഹം, വാഞ്ച, ഇതൊക്കെയാണ് മനുഷ്യന്റെ പ്രധാന പ്രശ്നം. എന്നാൽ ക്രിസ്തുമാർഗം പഠിപ്പിക്കുന്നത് പാപവും ദൈവത്തോടുള്ള മറുതലിപ്പും ആണ് മനുഷ്യന്റെ പ്രധാന പ്രശ്നം. നമ്മളുടെ അകൃത്യങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നുവെന്നാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:2 നാം കാണും. പിന്നീട് നാം ചിന്തിച്ചത് കർമ്മയും റീഇൻകാർണേഷൻ അല്ലെങ്കിൽ പുനർജന്മ സിദ്ധാന്തവും അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ഓക്കെ. കർമ്മയും റീഇൻകാർണേഷനും ഹിന്ദു ചിന്താഗതി അനുസരിച്ച് നാം ധാർമ്മിക മൂല്യമുള്ളവരായിട്ട് സൽപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കും. ആ സൽപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിത ചക്രം ആവർത്തിക്കപ്പെടും. എങ്കിൽ പുനർജനനം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും. എന്നാൽ മനുഷ്യന്റെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നുള്ളത് ഈ ജീവിത ചക്രത്തിന് പുറത്ത് ചാടുക, പുറത്തു പോകുക എന്നുള്ളത് ആണ്. എന്നാൽ ബൈബിൾ തികച്ചും വിഭിന്നമായിട്ടുള്ള ആശയമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി. എല്ലാവർക്കും ഒരു മരണമേ ഉള്ളൂ, ന്യായവിധി. അതിനുശേഷം ന്യായവിധി ഉണ്ട്. പിന്നീടൊരു ജീവിതമുണ്ടെങ്കിൽ, ജീവിതമുണ്ട്, അതൊന്നുകിൽ ദൈവത്തോടു കൂടെ നിത്യത ചെലവഴിക്കുന്നതും അല്ലെങ്കിൽ നിത്യത മുഴുവനും നിത്യനാശത്തിൽ അല്ലെങ്കിൽ നിത്യനരകത്തിൽ നാം ചെലവഴിക്കുന്നതും ആയി. ഹിന്ദു ചിന്താഗതി അനുസരിച്ച് അന്തമില്ലാത്ത അവസരങ്ങൾ ഒരാൾക്ക് എത്ര തവണ വേണമെങ്കിലും അവരുടെ ജീവിതചക്രം മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കും. എന്നാൽ ക്രിസ്ത്യാനിത്വം അനുസരിച്ച് ഒരു ജീവിതം, ഒരു രക്ഷകൻ, എനിക്ക് പാപക്ഷമ നിശ്ചയമായിട്ട് ക്രിസ്തുവിലൂടെ ലഭിക്കും. അങ്ങനെ ലഭിച്ച വ്യക്തികൾക്ക് നിത്യജീവൻ ഉറപ്പാണ് എന്നുള്ളതാണ് നമ്മുടെ ബൈബിൾ പഠിപ്പിക്കും. ഈ ജീവിത ചക്രത്തിൽ ചുറ്റിത്തിരിയുന്നവരാണ് ഹിന്ദു ചിന്താഗതി അനുസരിച്ച് ഉള്ള പഠിപ്പിക്കുന്നത്. ഇനി അവർ പഠിപ്പിക്കുന്ന മോക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ എന്താണ്? ഹിന്ദു ചിന്താഗതി അനുസരിച്ചുള്ള സാൽവേഷൻ, രക്ഷ എന്നുള്ളത് ഈ ജീവിതചക്രത്തിൽ നിന്ന് പുറത്തുചാടുക, ലിബറേഷൻ ഫ്രം റീബർത്ത്. അതെങ്ങനെ ഒരു വ്യക്തിക്ക് നേടാൻ സാധിക്കും? 3 രീതിയിലാണ് ഒരു വ്യക്തിക്ക് ഈ സൈക്കിളിൽ നിന്ന് പുറത്തു പോകാനായിട്ട് കഴിയുന്നത്. ഒന്ന്, സൽപ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ കർമ്മമാർഗം. 2, അറിവ് സമ്പാദിക്കുക, ജ്ഞാനം. 3, ഭക്തി. ഈ 3 കാര്യങ്ങളിൽ ഒരു വ്യക്തി ഇതിലേതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്താൽ, ഇതിലേത് രീതിയിൽ വേണമെങ്കിലും ഈ സൈക്കിളിന് പുറത്തു പോകാൻ കഴിയും
എന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ പൊതുവെ ഇതനുസരിച്ച് ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന നിലയിലാണ് അവരുടെ പൊതുവായിട്ടുള്ള പഠിപ്പിക്കുക. എന്നാൽ ക്രിസ്ത്യാനിത്വം അനുസരിച്ച് രക്ഷ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസ്യർ 2:8-9 നാം വായിക്കും. അതെ, ക്രിസ്ത്യാനിത്വം അനുസരിച്ച് ഹിന്ദു ചിന്താഗതി അനുസരിച്ച് നിരവധി മാർഗങ്ങളുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിത്വം അനുസരിച്ച് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ പുനർജനന സിദ്ധാന്തം ഒന്നിലധികം തവണ നാം ഒരു വ്യക്തിക്ക് അവസരങ്ങൾ ലഭിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ യുക്തി അത് വളരെ പരിമിതമാണ്. അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സെക്കൻഡ്, ഒരു എമർജൻസി കോൾ. ഈ ലൈഫ് സർക്കിൾ എന്നുള്ളത് അവരുടെ ആ തിയോളജിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നാം ഹൗളിങ് ശരി ഒന്ന് പുറത്ത് ഹൗളിങ് കൂടുതൽ. ഈ ലൈഫ് സൈക്കിളിൽ നിന്ന് എങ്ങനെ പുറത്തു പോകാൻ കഴിയും എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അവരുടെ ഈ ചിന്താഗതിയുടെ ഉള്ളിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന അവസരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവസരം എന്താണ്? ആരായിട്ട് ജനിക്കുന്നതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന അവസരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? മനുഷ്യനാണ്. എന്നാൽ മനുഷ്യനിൽ തന്നെ മോക്ഷപ്രാപ്തിക്ക് സാധ്യത കൂടുതൽ ഉള്ളത് ബ്രാഹ്മണനായിട്ട് ജനിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ ഉള്ളൊരു ചോദ്യം, മനുഷ്യനായി ജീവിക്കാൻ അവസരം ലഭിച്ചപ്പോൾ മോക്ഷപ്രാപ്തിക്ക് അവസരം ലഭിക്കാതെ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മനുഷ്യ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനേക്കാൾ താന്ന ഒരു ജന്മമാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും മോക്ഷം പ്രാപ്തി കിട്ടുമോ? ഇല്ല. ഇനി ഇവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനം മുൻ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ ഈ ജന്മത്തിൽ എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് അതിനെ അതിജീവിക്കണം. ഉള്ളൊരു ചോദ്യം, ഏതെങ്കിലും ഒരു മനുഷ്യന്, ഒരു 40-50 വയസ്സായ ഒരു മനുഷ്യൻ ഈ ജന്മത്തിൽ ചെയ്ത പാപം എന്തൊക്കെയാണെന്നറിയാം? പലതും, എല്ലാം. അല്ല, 40-50 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ഇന്നത്തെ ചിന്താ രീതിയൊക്കെ വെച്ച് നോക്കിയാൽ എൻ്റെ 50 വയസ്സിനിടയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ അനീതി ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചിലതൊക്കെ ഓർത്തിരിക്കുമായിരിക്കും. എന്നാൽ നമ്മൾ വളരെ ലാഘവത്തോട് കാണുന്ന കള്ളം പറയുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും ഓർക്കുന്നു പോലും ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ മുൻകാലത്ത് ഞാൻ ആരായിരുന്നു? ഇത് എത്രാമത്തെ ജന്മമാണ് എൻ്റെ? ഇനി 10ാമത്തെ 20ാമത്തെ ആണെന്ന് പറഞ്ഞാൽ പോലും ഈ ഇത്രാമത്തെ ജന്മമാണ് എന്ന് പറയുന്നത് എന്ത് ശാസ്ത്രീയ വശമാണുള്ളത്? അപ്പോൾ മുൻ ജന്മത്തിൽ ഞാൻ ആരൊക്കെയായിരുന്നു എന്ന് നിശ്ചയമില്ല. ഇനി
പറയാൻ വേണ്ടി ഞാൻ ഇന്നയാളായിട്ടാണ് ജനിച്ചത്, അങ്ങനെയാണ് ജനിച്ചതെന്ന് പറഞ്ഞാലും അതിനെന്ത് തെളിവ്? അത് വെറും മിഥ്യ ധാരണ. അപ്പൊ മുൻ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധ്യവുമില്ലാതെ ഇരിക്കുന്ന അവസരത്തിൽ ഈ ജന്മത്തിൽ അതിനെ മറികടക്കാനായിട്ട് ഞാൻ എന്തുമാത്രം പ്രവൃത്തി ചെയ്യണമെന്നും ഒരു ബോധവും ഇല്ലാതെയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. തന്നെയുമല്ല, നമ്മുടെ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്താൽ പോലും മോക്ഷപ്രാപ്തി കിട്ടുമെന്ന് ഇവരുടെ പഠിപ്പിക്കൽ ഉറപ്പ് നൽകും. അങ്ങനെയെങ്കിൽ ഏത് മാർഗമാണ് ഏറ്റവും ശക്തമായിട്ട് ഉള്ളത്? ക്രിസ്തു മാർഗം പറയുന്നത് നിത്യജീവൻ ഉണ്ട്, ഉണ്ടാകുമെന്നല്ല, ഉണ്ട്. അത് യേശു കർത്താവ് ക്രൂശിലെ കള്ളനോട് എന്താ പറഞ്ഞത്? ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ലഭിക്കുന്ന ഒന്നല്ല, വിശ്വസിച്ചാൽ അന്നേരം ലഭിക്കുന്ന ഒന്നാണ് രക്ഷ. പിന്നീട് ഹിന്ദു പഠിപ്പിക്കലുകൾ അനുസരിച്ച് അവതാരങ്ങൾ, ദൈവം മനുഷ്യനായി തീർന്നതും അവതാരങ്ങളും, അതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? ഹിന്ദു ടീച്ചിങ് അനുസരിച്ച് ദൈവം പല സന്ദർഭങ്ങളിൽ ആയിട്ട് പല അവതാരങ്ങളായിട്ട് വന്നു. രാമ, കൃഷ്ണ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ദൈവം ഒന്നിലധികം അവതാരങ്ങളായിട്ട് വന്നു എന്നുള്ളത്. എന്നാൽ ക്രിസ്തു വിശ്വാസം അനുസരിച്ച് ദൈവം ഒരിക്കൽ മാത്രമാണ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്ന പോലെ വചനം ജഡമായി. അപ്പോൾ നമ്മൾ ദൈവം മനുഷ്യനായി വന്ന്, ദൈവത്തിന്റെ അവതാരമാണോ ദൈവം മനുഷ്യനായി വന്നതാണോ എന്നുള്ളത്, അതിലേതാണ് ശരി എന്ന് നിശ്ചയിക്കണമെങ്കിൽ നാം ചരിത്രത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. ഈ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇതിന് ആധികാരികമായിട്ടുള്ളത് പല ഗ്രന്ഥങ്ങളാണ്. ഈ ഗ്രന്ഥങ്ങളെ ആ സമൂഹം തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു പേരുണ്ട്. എന്താ? വേദങ്ങൾ അല്ലെങ്കിൽ പുരാണങ്ങൾ എന്നാണ്. ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ അതിൻ്റെ എഴുത്തുകാരുടെയും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, എന്നുവെച്ചാൽ ഒരു തലമുറയിൽ വെച്ച് ക്രോഡീകരിച്ച ചില ആശയ സംഹിതകളാണ് അതിനകത്ത് ഉള്ളത്. അവർ അവകാശപ്പെടുന്നത് അനുസരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊരു കവിയുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില ആവിഷ്കാരങ്ങൾ മാത്രമായിട്ട് ഈ കാര്യങ്ങളെല്ലാം, മതഗ്രന്ഥങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അതിന്റെ കാരണം, ഇതിന്റെ എല്ലാത്തിൻ്റെയും പിറകിലുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കാലഘട്ടത്തിൽ ലഭിച്ച അരുളപ്പാടോ വെളിപ്പാടോ എന്തൊക്കെ പറഞ്ഞാലും അതാണ് എല്ലാ ഗ്രന്ഥങ്ങളുടെയും, അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ വിവിധ ഗ്രന്ഥങ്ങളുടെയും ഉത്ഭവം. എന്നാൽ ബൈബിൾ തികച്ചും വ്യത്യസ്തമാണ്. 40-ലധികം എഴുത്തുകാര് പല ഭൂഖണ്ഡങ്ങളിലിരുന്ന് പരസ്പരം കാണാത്തവർ ഏകദേശം 1500ഓളം വർഷങ്ങളെടുത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ കൂട്ടമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അധികമെന്ന് പറയുന്നത് ചില പുസ്തകങ്ങൾ ആരാണ് എഴുതിയതെന്നുള്ളതിന് തർക്കം. ഉദാഹരണം പറഞ്ഞാൽ എബ്രായ ലേഖനം പൗലോസ് ആണോ
വേറെ ആരെങ്കിലും ആണോ? ബർന്നബാസ് ആണോ എഴുതിയത്? അപ്പം പൗലോസ് എഴുതുവാണെങ്കിൽ ചിലപ്പോൾ 40 ഒതുക്കാം. ശൈലി അത് വേറൊരു ഭാഗം. അതുകൊണ്ടാണ് വേറൊരു വിഷയമാണ് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. ഇന്ന് പല ആളുകളും പൗലോസ് അല്ല എഴുതിയത് എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയാണ് എബ്രായ ലേഖനത്തിൽ എന്താ പൗലോസ് തന്നെ പേരെഴുതാഞ്ഞ? അപ്പം അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദമുണ്ട്. ഏതാണെന്ന് ഉറപ്പിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്. പൗലോസ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ, പൗലോസ് അല്ല വേറെ ആരാണെന്ന് ഉറപ്പിച്ച് പറയാനും ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ട്. പൗലോസ് ഇതാരാ എഴുതുന്നേ? ഈ ദൈവനിശ്വസിത ഗ്രന്ഥം എന്ന് പറയുമ്പോൾ 2 പേരാണ് എഴുത്തുകാരൻ. ഇതൊരു തെറ്റായ ധാരണയാണ്. ഈ പല ആളുകളും ചിന്തിക്കുന്ന ഇന്ന വിഷയം ഇന്ന ആൾ പഠിപ്പിച്ചാലേ ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ആൾ പ്രസംഗിച്ചാലേ ശരിയാവത്തുള്ളൂ എന്നുള്ളതൊന്നും. ദൈവമാണ് ആളുകളെ എടുത്ത് ഉപയോഗിക്കുന്നത്. ദൈവ ആത്മ നിറവിൽ ദൈവനിശ്വസിതമായിട്ട് രേഖപ്പെടുത്താൻ ചില വ്യക്തികളെ ദൈവം ഉപയോഗിച്ചു. അത് പൗലോസിനെ കൊണ്ട് കൂടുതൽ ഉപയോഗിച്ചു. 13 ലേഖനങ്ങളോളം എഴുതാൻ. എബ്രായ ലേഖനം കൂട്ടുവാണെങ്കിൽ 14. അപ്പോൾ പൗലോസിന് എഴുതുന്നത് പോലെ ബർന്നബാസിന് എഴുതാമോ എന്ന ചോദ്യത്തിന് പൗലോസിൽ പ്രവർത്തിച്ച ദൈവത്തിന് ബർന്നബാസിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ആ ചോദ്യത്തിനൊരു മറുചോദ്യം. അപ്പം അതുകൊണ്ട് അത് തർക്ക വിഷയമാണ്. അത് നമ്മുടെ വിഷയമല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് 40-ലധികം അതുപോലെ പഴയ നിയമത്തിലെ എസ്തറിന്റെ പുസ്തകം ആരാ എഴുതിയത് എന്നുള്ളതിനെ കുറിച്ച് വലിയ വ്യക്തത ഇല്ല. അപ്പോൾ അങ്ങനെ ആണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ബൈബിൾ എന്നുള്ളത് നിസ്തുല ഗ്രന്ഥമാണ്. ആ നിസ്തുല ഗ്രന്ഥം ദൈവം മനുഷ്യനായി വന്നു എന്ന് രേഖപ്പെടുത്തുന്നതും ദൈവത്തിന്റെ അവതാരങ്ങൾ എന്ന് ഒരു വ്യക്തി തൻ്റെ ഭാവനയിൽ എഴുതുന്നതും തമ്മിൽ വലിയ അന്തരം ഉണ്ട്. ഇനി ഈ അവതാരങ്ങൾ വന്നു എന്ന് ചിന്തിക്കുക. ഇവർ പറയുന്ന രീതി, ഈ അവതാരങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക, നല്ലവരെ കൊണ്ടൊരു വലിയ നല്ല സാമ്രാജ്യം പടുത്തുക. ഇത് സാധ്യമായെങ്കിൽ, ഈ അവതാരങ്ങൾ മൂലം സാധ്യമായെങ്കിൽ, അതിനുള്ള മാർഗമുണ്ടെങ്കിൽ, മാർഗം സ്ഥാപിച്ചുവെങ്കിൽ എങ്ങനെയാണ് ഇന്ന് മനുഷ്യൻ നല്ലതായി തീരുകയാണോ മോശമായി തീരുക? ഈ സിദ്ധാന്തം അനുസരിച്ച് കൊല്ലണമെങ്കിൽ ആരെയൊക്കെ കൊല്ലണം? സകല മനുഷ്യരെയും കൊന്നാൽ മാത്രമേ. ഈ ദുഷ്ടത എന്നുള്ളത് തന്നെ അതിന്റെ നിർവചനം തന്നെ വളരെ പരിമിതമാണ്. അപ്പൊ ഞാൻ ദുഷ്ടതമായിട്ട് കാണുന്നതാണോ മറ്റേ ആൾ ദുഷ്ടതയായിട്ട് കാണുന്നത്? പലപ്പോഴും നമുക്ക് ചെറിയ രീതിയിലുള്ള മോഷണം, കള്ളം പറയുന്നതൊന്നും വലിയ കാര്യമായിട്ട് പൊതുസമൂഹം കാണുന്നില്ലെങ്കിലും അതിന്റെ തിക്തഫലം അനുഭവിക്കുന്ന നമ്മളെന്ന് പറയും. എന്നാലും എന്ത് ദുഷ്ടതയാണ് അവരെന്നോട് പ്രവർത്തിച്ചത് എന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ വലിയ പാപം ചെയ്യുന്നവരെ ഇല്ലാതാക്കി ചെറിയ പാപം ചെയ്യുന്ന ആളുകളെയും കൊണ്ടൊരു നല്ല രാജ്യമുണ്ടാക്കാൻ. ഈ തത്വത്തിൽ ഇവരുടെയൊക്കെ ഈ അവതാരങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കപ്പെട്ടു ഇല്ല. ഇന്ന് ലോകത്തിന്റെ പോക്കനുസരിച്ച് കൂടുതൽ വഷളത്വത്തിലേക്കാണ് പോകുന്നത്. അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ഇതൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളായിട്ട് നിൽക്കുന്നു. എന്നാൽ ക്രിസ്തുമാർഗത്തിന്
ഒന്നേ ഉള്ളൂ, അത് ബൈബിൾ. 2 തിമോത്തിയോസ് 3:16 അനുസരിച്ച് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസി അല്ലെങ്കിൽ ദൈവനിശ്വസിതമാണ്. അവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ഗോഡ് ബ്രെത്ത്, ദൈവത്തിന്റെ ഉച്ഛ്വാസവായുവാണ് എല്ലാ തിരുവെഴുത്തും. അപ്പോൾ അതുകൊണ്ട് അതിൽ തെറ്റില്ല. അതാണല്ലോ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്. മതത്തിന്റെ ഭാഗമല്ലാത്ത വ്യക്തികൾ വിശ്വാസത്താൽ മാത്രം ആത്മരക്ഷ എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതിനോടുകൂടെ ഈ പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉള്ളവർക്ക് അവരുടെ ദൈവശാസ്ത്രം അനുസരിച്ച് മോക്ഷപ്രാപ്തിക്ക് വിശ്വാസം മാത്രം പോരാ, വിശ്വാസം ഇല്ലേലും പ്രവർത്തിച്ചാൽ മതി. അതാണ്. അതുകൊണ്ട് ഇവരെല്ലാം മതത്തിന്റെ ഭാഗം. അവരും മറ്റു മതങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും. അതാണ് നാം ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യം. ചില മതങ്ങൾക്ക് ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ചില മതങ്ങൾക്ക് കുറച്ചുകൂടെ വെളിച്ചം കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾ ക്രിസ്തുവിന്റെ ദൈവത്വവും മറ്റു പല കാര്യങ്ങളുമൊക്കെ അംഗീകരിക്കുന്ന മതങ്ങളുമുണ്ട്. ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകും. പല വ്യക്തികളോടും ഞങ്ങൾ സുവിശേഷം പറയാൻ നേരത്ത് സ്വർഗത്തിൽ പോകും എന്നുള്ളതിന് എന്താണ് തെളിവ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ക്രിസ്ത്യാനികളോട് പലപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടാറുള്ള മറുപടി, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവഭയത്തോടുകൂടെ ആണ് ജീവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആയാലും സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഇല്ല. ഇല്ല എന്ന് വെറുതെ പറയരുത്. ഇല്ല എന്ന് പറയാൻ നമ്മളൊരു ബൈബിൾ വാക്യം കൂടെ പുറകെ സപ്പോർട്ടിന് കൊടുക്കണം. അതിന് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ബൈബിൾ വാക്യമാണ്. അല്ല, യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അധ്യായം റെഫറൻസ് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. പിശാച് താൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. അങ്ങനെയാണ് നിങ്ങളുടെ ഉപദേശപ്രകാരം പിശാച് സ്വർഗത്തിൽ, പിശാച് താനും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഭക്തിയേ ഉള്ളൂ. പിശാചിന് അതിൽ കൂടുതൽ ഭയമുണ്ട്. അപ്പം പിശാചും സ്വർഗത്തിൽ പോകണം എന്നാണ് നിങ്ങൾ പറയുന്നത്. നമുക്ക് വിശ്വസിക്കാം. നമ്മള് ഒരു പേടിയുമില്ല, എന്തും പ്രവർത്തിക്കാൻ കഴിയും. ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. അപ്പം അതാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമ്മള് ഹിന്ദു വിശ്വാസം പുലർത്തുന്ന വ്യക്തികളോട് നാം സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ അവരുടെ ചിന്താഗതി അതാണ്. അത് നിരാകരിക്കുന്ന ബൈബിൾ വാക്യമൊക്കെ നമ്മുടെ പറഞ്ഞെങ്കിലും ആ കാര്യങ്ങളൊന്നും, അതൊക്കെ നമ്മുടെ അറിവിന് വേണ്ടി മാത്രം അവസരം ലഭിക്കുമ്പോൾ അനുയോജ്യമാണെന്ന് തോന്നുമെങ്കിൽ മാത്രം പറയേണ്ട കാര്യങ്ങൾ. എന്നാൽ നാം എപ്പോഴും സുവിശേഷത്തിന്റെ സാക്ഷികളാകുമ്പോൾ, നാം ഒരു വ്യക്തിയോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, ഈ സംവാദം വരുത്താൻ വരുന്ന വ്യക്തി, സംവാദത്തിന് വരുന്ന വ്യക്തിയാണെങ്കിൽ പോലും നാം ഒരു വ്യക്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന്റെ ആത്യന്തിക ലക്ഷ്യമല്ല. ക്രിസ്തുവിന്റെ സന്ദേശം നാം ഏതൊരു വ്യക്തിയോട് പറഞ്ഞാലും, അത് സൗഹൃദ സംഭാഷണമാണെങ്കിലും സംവാദമാണെങ്കിലും മറ്റേത് സാമൂഹിക പശ്ചാത്തലത്തിലാണെങ്കിലും
ക്രിസ്തുവിനെ കുറിച്ച് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് പറയുന്നത്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്നതിന്റെ പിന്നിലുള്ള ആത്യന്തിക ലക്ഷ്യം ആ വ്യക്തിയെ ക്രിസ്തുവിലേക്ക് നയിക്കുക. അതുകൊണ്ട് നമ്മുടെ സംഭാഷണം വളരെ മൃദുലവും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കും. നാം വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള നിലയിൽ ഒരു കാര്യവും അവതരിപ്പിക്കുവാനായിട്ട് പാടില്ല. എന്നാൽ അവരെ ചിന്തിപ്പിക്കുന്ന നിലയിലായിരിക്കണം നാം പല കാര്യങ്ങളും പറയണം. പുള്ളി പുള്ളിയുടെ വാദം വിജയിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ പുള്ളിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരിക്കുന്നത് ശരിയല്ല. ആ പറഞ്ഞ വാദത്തിന് കൗണ്ടറായിട്ട് നമ്മൾ സൗമ്യതയോടുകൂടെ പറയണമെന്നാണ് ബൈബിൾ പ്രമാണം. ഇനി അന്നേരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് നമുക്ക് വേറൊരു അവസരത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് നമുക്കൊരു വേറൊരു അവസരത്തിൽ സംസാരിക്കാം എന്ന് പറയണം. നമ്മുടെ പെരുമാറ്റമാണ് അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നത്. നാം അടിച്ചിരുത്തുന്ന നിലയിൽ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ വിജയിക്കുക. അത് സഭാചരിത്രം തന്നെ വ്യക്തമാക്കുന്ന ഒരു വസ്തുതയാണല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്തു വിശ്വാസികളായി തീരുന്ന സമയം ഏതാണ്? സാമൂഹ്യ പശ്ചാത്തലം ഏതാണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്തുവിനെ സ്വീകരിച്ച സാമൂഹ്യ പശ്ചാത്തലം പത്രോസിന്റെ പ്രശ്നം ഞാൻ ഒരു ഇൻസിഡന്റ് അല്ല പറയുന്നത്. ഗ്ലോബലി ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിസ്തുവിന്റെ അനുയായികളായി തീർന്നത് ക്രിസ്തു വിശ്വാസത്തിനെതിരെ പീഡ വന്നപ്പോഴാണ്. ഇന്ന് നമുക്കിടയിൽ ഈ പ്രത്യേകിച്ച് ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ച് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അമിതമാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പ്രവചനാതീതമായി. പണ്ടൊക്കെ നോർത്തിലൊക്കെ പോയിരുന്ന് ഏത് അമ്പലത്തിന്റെയും മുമ്പിൽ നിന്ന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എത്ര പേര് രക്ഷിക്കപ്പെട്ടു? ചുരുക്കം പേരെ രക്ഷിക്കപ്പെട്ടു. എന്നാൽ പീഡ വർദ്ധിക്കുമ്പോൾ ട്രെൻഡ് അനുസരിച്ച് കൂടുതൽ ആളുകൾ ഇതെന്താണെന്ന് ചിന്തിക്കും. എന്നുവെച്ചാൽ ബൈബിൾ അനുസരിച്ചും ദൈവത്തിന് എല്ലാവരെയും രക്ഷിക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും ഇന്ന് വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരിയായിട്ടുള്ള ക്രിസ്തു വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരല്ല, ശരിയായിട്ടുള്ള ക്രിസ്തു വിശ്വാസികൾ ആ സമൂഹത്തിലെ പോപ്പുലേഷന്റെ 10% താഴെയുണ്ട്. ഏത് രാജ്യമാണെങ്കിലും എടുത്ത് നോക്കിക്കോ, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട നിത്യജീവന്റെ അവകാശികളാണ് എന്ന് ഉറപ്പോടെ പറയാൻ പറ്റുന്നത് പൊതുവെ 10% താഴെ ഉള്ള എല്ലാ പോപ്പുലേഷനിലും. ഏത് സമൂഹത്തിലെടുത്ത് നോക്കി, എത്ര അമേരിക്ക പോലും ഇതാണ് അവസ്ഥ. അവര് ക്രിസ്ത്യാനികൾ ഒത്തിരി ഉണ്ട്, 85% ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ അവരെല്ലാവരും രക്ഷിക്കപ്പെട്ട നിത്യജീവന്റെ അവകാശികളായി തീർന്ന ക്രിസ്തുവിന്റെ അനുയായികളല്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ദൈവസന്നിധിയിലേക്ക് ദൈവമക്കളെ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതിന് നമ്മെ ദൈവം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ. അപ്പോൾ എല്ലാവരും നാം എപ്പോഴും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഭംഗം വരുന്ന രീതിയിൽ, അവഹേളിക്കുന്ന രീതിയിലൊരു, നമുക്കറിയാം അത് തെറ്റാണെന്ന്, പക്ഷേ അവരുടെ വിശ്വാസത്തെ ഖനിക്കുന്ന നിലയിലൊന്നും നമ്മുടെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഖനിക്കുന്ന രീതിയിൽ വന്നാൽ നാം അവരെ ഒരുപക്ഷെ നേടാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എപ്പോഴും അവരുടെ വിശ്വാസത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് അതിനെ കോൺട്രാസ്റ്റ് ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ വിശ്വാസം
പറയാൻ ശ്രമിക്കാം. രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ദൈവ ചിന്താഗതി എന്നുള്ളത് ഒരു ശക്തിയുള്ള വ്യക്തിയിലല്ല അവരുടെ വിശ്വാസം. ശക്തിയുള്ള ഏതോ ഒരു ഭാവം, വ്യക്തിയല്ല. അപ്പോൾ ശക്തിയും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം നാം സൗമ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട്, അതുപോലെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എല്ലാം ഒന്നാണെന്ന് പറയുമെങ്കിലും രണ്ട് തലത്തിലാണ് വീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ശക്തിയും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് നാം വ്യക്തമാക്കണം. നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. എന്നാൽ അവരുടെ പ്രയോഗത്തിൽ ഒരു ബന്ധം ഉള്ളതായിട്ട്, ദൈവവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അവർ ദൈവഭക്തർ എന്നാണ് പറയുന്നത്. നമ്മൾ ദൈവഭക്തിയെക്കുറിച്ച് നമ്മൾ പറയുമെങ്കിലും ആ ഭക്തർ എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാക്ക് പോലാണ്. അവർ തമ്മിലൊരു ബന്ധമില്ല. അവരുടെ ചിന്താഗതിയും മനുഷ്യനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിൽ ദൈവം മനുഷ്യനുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം നാം പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നം അജ്ഞതയല്ല, പാപം. ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരെന്ന് കരുതുന്ന പലരും എത്രയോ ക്രൂരമായിട്ടുള്ള പാപപ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. ജ്ഞാനം, സമ്പത്ത് ഇതൊന്നും ഒരു വ്യക്തിക്കും സന്തോഷവും സമാധാനവും നൽകുകയില്ല, മോക്ഷപ്രാപ്തിയും നൽകുകയില്ല. എല്ലാവരും ഒരുപോലെ മരിക്കുന്നു. എല്ലാവർക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനവും സംതൃപ്തിയും കിട്ടുന്നില്ല എന്ന് ഇങ്ങനെയുള്ള വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒരുപോലെ മരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? അറിവുള്ളവരും മരിക്കുന്നു, ഇല്ലാത്തവരും മരിക്കുന്നു. അതിന്റെ കാരണം ബൈബിൾ മാത്രമേ വ്യക്തമാക്കുന്നുള്ളൂ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ഫലമായിട്ടാണ് സകല മനുഷ്യരും മരിക്കുന്നത്. ഇനി ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ്? ദൈവം ഒരു തത്വജ്ഞാനം കൊണ്ടല്ല നമ്മുടെ അടുത്തേക്ക്, ദൈവം തന്നെ ഇറങ്ങി വരികയുണ്ട്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ഹിന്ദുമാർഗം അനുസരിച്ച് സൽപ്രവൃത്തി ചെയ്യുക, ഭക്തിയുള്ളവരായിട്ട് ജീവിക്കുക, ജ്ഞാനമാർജിക്കുക. ഇതിലൂടെ പരിഹാരമുണ്ടാകുമെന്നാണ് അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇതെല്ലാം ശാരീരിക യജ്ഞത്തിലൂടെ ചെയ്യുന്നു. എന്നാൽ പാപിയായിരിക്കുന്ന മനുഷ്യനെ സ്വയം രക്ഷിക്കുവാനോ മറ്റൊരു പാപിക്ക് രക്ഷിക്കുവാനോ കഴിയില്ല. അവരുടെ ചിന്താഗതി അനുസരിച്ച് അവതാരങ്ങൾ വന്നു. അവതാരങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് ഞാൻ മോക്ഷപ്രാപ്തിയെക്കുറിച്ച് നിശ്ചയമില്ലാതെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ ക്രിസ്തു മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഭൂമിയിലേക്ക് വന്നു. നമുക്ക് പാപമോചനം നൽകി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട് എന്നുള്ളത് വളരെ സൗമ്യതയോടുകൂടെ നാം പറയേണ്ടത് ആവശ്യമാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ? ദൈവസങ്കല്പം അത് ദൈവത്തിന്റെ അവതാരങ്ങളാണ്. അത് അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവം എന്നുള്ളത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന്റെ അളവ് കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ അവതാരങ്ങളെല്ലാം വന്നത്. അതിന്റെ ഒരു അംശം എല്ലാ മനുഷ്യരിലും ഉണ്ട്.
മനുഷ്യരെ അല്ലെങ്കിൽ നാം കാണുന്നതിനെയൊക്കെ വ്യക്തിയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ദൈവമെന്ന സത്ത അവർ പറയുന്നത് ബ്രഹ്മം. ആ ബ്രഹ്മം അതാ ദൈവസങ്കല്പത്തിന്റെ ഒരു അൾട്ടിമേറ്റ് രൂപം. ഇപ്പൊ നമ്മളോട് ചോദിക്കുക ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിൾ അനുസരിച്ച് ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്കിൽ നിർവചിക്കാൻ പറ്റുന്നതാണ്? അല്ല. ഇതുപോലെ ദൈവമെന്ന ചിന്താഗതി അവർ കരുതിയിരിക്കുന്നത്, ആ ഒരു ചിന്താഗതിക്ക് അവർ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ബ്രഹ്മം. ഇതെല്ലാം ഇതിന്റെ ശക്തിയാണ്. എല്ലാം അതിന്റെ ഒരു അംശം എല്ലാ മനുഷ്യരിലും എല്ലാറ്റിലും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാറ്റിലും ദൈവമുണ്ട്, എല്ലാം ദൈവമാണെന്നാണ് ഇംഗ്ലീഷിൽ പാൻതീയിസം, പാനാതീയിസം. എവറിത്തിങ് ഈസ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഇൻ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് ഗോഡ്. ആരാ പാപം ചെയ്യാത്തത്? പാപം ചെയ്യാത്തവൻ ഇല്ല. എല്ലാവരും പാപം ചെയ്തതാണ്. നാം മനുഷ്യൻ പാപിയായിരിക്കുന്നത് കർമ്മം മൂലമല്ല, പ്രകൃത്യാ പാപിയാണ്. അതുകൊണ്ടാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞും വാശി പിടിക്കുകയും ചെറുപ്പത്തിൽ തന്നെ അത് പ്രകൃതം അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത്, അകൃത്യത്തിൽ ഞാനൊരു വായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ. ഈ പാപം മനുഷ്യനിൽ പ്രവേശിച്ച എങ്ങനെ? ആദ്യം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. അത് വേറൊരു വിഷയമാണ്. ദൈവത്തിന് ദൈവം എല്ലാം ക്ഷമിച്ചല്ലോ. ദൈവം പാപം ക്ഷമിച്ചോ? അതാ പറഞ്ഞേ, എല്ലാരും മരിച്ച അവസ്ഥയിലാണ്. ആദ്യ മനുഷ്യൻ പാപം ചെയ്തത് മൂലം സകല മനുഷ്യരും പാപികളെ. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ടിവിയോ എന്തെങ്കിലുമൊക്കെ കേടായി, താഴെ വീണ് പൊട്ടിപ്പോയി. താഴെ ഇടാൻ പാടില്ലായിരുന്നു, താഴെ വീണ് പൊട്ടിപ്പോയി. അത് ശരിയാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നാൽ പിന്നെ എന്നാ മാർഗമുള്ളത്? അത് മാറി വയ്ക്കുക മാത്രമേ ഉള്ളൂ. നമ്മൾ മനുഷ്യന് സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തിയും വിചാരവും വിവേകവും തീരുമാനശക്തിയും കൊടുത്ത് ദൈവം ഏദൻ തോട്ടത്തിലാക്കിയിട്ട് പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നു. അപ്പൊ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ദൈവം എന്തിനാ ആ മരവും കൂടെ അങ്ങ് സൃഷ്ടിച്ചു? അത് സൃഷ്ടിക്കാതിരുന്നാ പോരായിരുന്നു. പാപത്തിന്റെ പരിഹാരം ഉണ്ടാക്കി യേശു കർത്താവ്. ആ പരിഹാരമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. വിശ്വാസമുള്ള ചെയ്തു. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മരണം എന്ന് പറയുന്നത്, സഹോദരൻ ചിന്തിക്കുന്ന മരണം എന്ന് പറഞ്ഞാൽ ഈ ശവപ്പെട്ടി കിടത്തുന്ന മരണമാണ്. പിന്നെ 3 തരത്തിലുള്ള മരണമുണ്ട്. ആത്മീക മരണം, അത് സകല മനുഷ്യരും മരിച്ച അവസ്ഥയിലാണ്. ആദാം പാപം ചെയ്തതോടുകൂടെ സകല മനുഷ്യരും മരിച്ച അവസ്ഥയിലാണ്. രണ്ടാമത് ശാരീരിക മരണം. മൂന്നാമത്തതാണ് നിത്യമരണം. നിത്യമരണത്തിൽ നിന്നുള്ള മോചനമാണ് ക്രിസ്തു ഒരുക്കിയത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അത് കിട്ടും. ഇന്ന് സകല മനുഷ്യർക്കും ആ സന്ദേശം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ വിശ്വസിച്ചാൽ ഈ ജീവനുണ്ട്, വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുന്നതിന്റെ ഉത്തരവാദിത്വം വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ഈ 3 ക്ലാസ് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇനി പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യം, എല്ലാ മതങ്ങളും ഒന്നല്ലേ എന്ന് പൊതുവെ ചോദിക്കാറ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് ചോദിക്കാറുള്ളത്. എല്ലാ മതങ്ങളും ഒന്നല്ലേ, അവരും ക്രിസ്തുവിനെ ദൈവമായിട്ടൊക്കെ അംഗീകരിക്കും. നമ്മൾ പലപ്പോഴും അതെ എന്നുള്ള ഉത്തരം ആണ് പല ആളുകളും പറയുന്നത്. എല്ലാത്തിലും ദൈവവിചാരമുണ്ട്, ചിന്തയുണ്ട്. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ എല്ലാവരുടെയും പഠിപ്പിക്കലും ഒന്നായിരിക്കണം. ഒരു ഇല്ല. ആത്യന്തികമായിട്ട് ഹിന്ദുമതം പറയുന്നത് ദൈവം ഒരു ശക്തിയാണ്, ക്രിസ്ത്യാനിത്വം പറയുന്നത് ശക്തിയുള്ള വ്യക്തിയാണ്. ഇനി വ്യക്തിയാണെന്ന് പറയുന്നത് പോലെ തന്നെ അതിനകത്ത് തന്നെ ത്രിയേകത്വമുണ്ട്.
ഏക സത്യദൈവം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസികളുണ്ട്, ത്രിയേകദൈവ വിശ്വാസികളുണ്ട്. അപ്പോൾ ഈ എല്ലാം ഒന്നാണെന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാകുകയില്ല. അതിന്റെ ദൈവം എന്നുള്ള പേരിൽ ഒരു ഒരുമയുണ്ടെന്നേ ഉള്ളൂ. അതിന്റെ വിശദീകരണത്തിൽ ആനയാടും പോലെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്നല്ല. ഇനി ഈ മൂന്ന് കൂട്ടരും മുമ്പോട്ട് വയ്ക്കുന്ന രക്ഷണ്യ പ്രവൃത്തി, എല്ലാ കൂട്ടരും മുമ്പോട്ട് വയ്ക്കുന്ന രക്ഷണ്യ പ്രവൃത്തി, സകല മതങ്ങളും പ്രവർത്തിയാലാണ് മോക്ഷപ്രാപ്തി. എന്നാൽ ക്രിസ്ത്യാനിത്വം മാത്രമാണ് വിശ്വാസത്താൽ മാത്രം. ക്രിസ്ത്യാനിത്വം ഒഴികെ ബാക്കിയുള്ളതെല്ലാം തത്വത്തിൽ ഒന്നാണ്. അല്ലെങ്കിൽ ക്രിസ്തു മാർഗം ഒഴികെ ബാക്കിയുള്ളതെല്ലാം തത്വത്തിൽ ഒന്നാണ്. എല്ലാം ഒരു മതത്തിന്റെ വിവിധ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി പല ആളുകളും ചോദിക്കും, നേരത്തെ പറഞ്ഞ ബൈബിളിൽ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യം എന്നാണ് എന്ന് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നൂറ്റാണ്ടുകൾ കൊണ്ട് 40-ലധികം ലേഖകരാൽ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. എന്നാൽ മറ്റെല്ലാ പുസ്തകങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് എഴുതിയതാണ്. അപ്പോൾ ഏതിനാണ് കൂടുതൽ വിശ്വാസ്യത? ഇനി അതിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളും എഴുത്തുകാരനും തമ്മിൽ വലിയ അന്തരമുണ്ട്, നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. എന്നാൽ ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന സംഭവവും എഴുത്തുകാരൻ തമ്മിൽ സമകാലീനമാണ്. യേശു കർത്താവിനോട് കൂടെ നടന്ന് ജീവിച്ച ശിഷ്യന്മാരാണ് സുവിശേഷങ്ങൾ എഴുതിയത്. അപ്പോൾ ഏതിനാണ് വിശ്വാസ്യത കൂടുതൽ? ശിഷ്യൻ. അപ്പോൾ വിശ്വാസ്യത കൂടുതൽ ബൈബിളിനാണ്. മറ്റേത് അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചാൽ പോലും യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള അന്തരമുണ്ട്. 5-6 നൂറ്റാണ്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒത്തിരി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പണ്ടെന്നോ നടന്ന സംഭവത്തെക്കുറിച്ച് ഒരാൾ എഴുതിയാൽ അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യും. ദൃക്സാക്ഷികൾ എഴുതുന്ന അത്രയും ആധികാരികത വരികയില്ല. ബൈബിളിൻ്റെ ഒരു പ്രസക്തി ഒരേ കാര്യം തന്നെ ഒന്നിലധികം ആളുകൾ എഴുതി, പക്ഷെ അതിൽ വൈരുദ്ധ്യങ്ങളില്ല എന്നത്. വൈരുദ്ധ്യം തോന്നിപ്പിക്കുന്ന ചില പ്രസ്താവനകളാണ്. നമുക്ക് അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകാത്തതുകൊണ്ടാണ്. എന്നാൽ അതെല്ലാം വിശകലനം ചെയ്ത് നോക്കുമ്പോൾ വൈരുദ്ധ്യങ്ങൾ ഇല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ബൈബിളിനെ സംബന്ധിച്ച് കയ്യെഴുത്ത് പ്രതികൾ, ആയിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതികൾ ബൈബിളിനെ കുറിച്ചുണ്ട്. എന്നാൽ ഈ പറയുന്ന മറ്റ് മതഗ്രന്ഥങ്ങളെ കുറിച്ച് വിരലിലെണ്ണാവുന്ന കയ്യെഴുത്ത് പ്രതികളെ ഉള്ളൂ. ആ കയ്യെഴുത്ത് പ്രതികൾ തമ്മിൽ 30, 40, 15, 20% ഉള്ളടക്ക വ്യത്യാസവും. എന്നാൽ ബൈബിളിൽ വൈരുദ്ധ്യങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ആശയ വ്യത്യാസം കുറവാണ്. ആശയ വ്യത്യാസം ഇല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് മാത്രമാണ്. ബൈബിളിൽ കയ്യെഴുത്ത് പ്രതികൾ തമ്മിലുള്ള വ്യതിയാനത്തിൽ 98% സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. എങ്ങനെയാണ് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നത്? പ്രിന്റിംഗ് അല്ല, പണ്ട് കയ്യെഴുത്ത് രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഗ്രീക്കിലെയോ ഹീബ്രുവിലെയോ ഉള്ള ടെക്സ്റ്റ് ഇവിടെ നിന്ന് ഉറച്ചു വായിക്കും. ഇവിടെ 10-20 പേര് ചുറ്റിലും ഇരുന്നത് കേൾക്കും. കേട്ടിട്ട് അവരെല്ലാവരും പണ്ഡിതന്മാരാണ്. കേട്ടിട്ട് അവരെഴുതും. കേട്ടെഴുതുന്ന പരിപാടിയാണ്. അതിലെഴുതുമ്പോൾ സ്പെല്ലിങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി മാറാൻ സാധ്യത സ്വാഭാവികമാണ്. അങ്ങനത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ് ബൈബിൾ കയ്യെഴുത്ത് പ്രതികളുടെ വ്യതിയാനം എന്ന് പറയുന്നതിൽ 98%. എന്നാൽ മറ്റുള്ളിടത്തെല്ലാം കഥകൾ വ്യത്യാസമുണ്ട്, ആശയ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ കൊണ്ട് 20% താഴെ ഉള്ളടക്ക വ്യത്യാസമില്ലാത്ത ഒരൊറ്റ മതഗ്രന്ഥവും ഇന്ന് ലഭ്യമാണ്.
അപ്പോൾ അതാണ് നാം ഈ കാര്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സമയമായിരുന്നു നമുക്ക് തൽക്കാലം ടീ ബ്രേക്കിന് പിരിയാം. അതിനുശേഷം നമുക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് ചിന്തിക്കാം.